സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിൻ്റെ കൈകളിലേക്ക് എത്തുന്നതിന് കാത്തിരിക്കുന്ന ലോകത്തിൻ്റെ മുന്നിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ട്രംപിനെ നിരാശപ്പെടുത്തിക്കൊണ്ടും നോബൽ സമ്മാന സമിതി മറ്റൊരാൾക്ക് ഈ നോബൽ സമ്മാനം നൽകുന്നത്. ഇങ്ങനെ ഈ അവാർഡ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം മലയാള സിനിമയിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ വളരെയധികം ആഘോഷിക്കുന്ന കഥാപാത്രമാണ് പ്രാഞ്ചിയേട്ടൻ. അതെ, അപ്പോൾ പ്രാഞ്ചിയേട്ടന്മാരുടെ ലോകമാണിത്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് പ്രാഞ്ചിയേട്ടൻ നമ്മളുടെ മനസ്സിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? അവർ രാത്രിയാവുന്ന സമയത്ത് ആരും കാണാതെ അവരുടെ പേര് മതിലിൽ എഴുതി വെച്ച് സിന്ദാബാദ്, അങ്ങനത്തെ ആളാണ് നമ്മുടെ നാട്ടിൽ. അതോടൊപ്പം തന്നെ ഈ അവാർഡ് എന്ന് പറഞ്ഞതിനിടയിൽ കയ്യിൽ പണമുള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചതിനിടയിൽ ഏതെങ്കിലും ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാക്കുകയും അതിനുള്ള പണം ഇവർ കൊടുക്കുകയും എന്നിട്ട് ആ അവാർഡ് അയാളുടെ പേരിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന തമാശ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയും. അപ്പോൾ ഇത് പക്ഷേ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തണ്ട, മനുഷ്യൻ്റെ സ്വഭാവം ആണത്. അത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിൻ്റെ പ്രാഞ്ചിയേട്ടനായി മാറി എന്നുള്ളതാണ്. ഈ നോബൽ സമ്മാന വാർത്ത വന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനും ആഘോഷിച്ചത് ഈ ട്രോളായിരുന്നു. ശരി, പ്രാഞ്ചിയേട്ടനാണ് ട്രോളാണ്, അതായത് ട്രംപ്, ആ പ്രാഞ്ചിയേട്ടനാണ് ട്രംപ് എന്ന നിലയ്ക്ക് അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.